നമസ്കാരം. സ്പീഡ് ന്യൂസ്. ഇ-പോസ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി വീണ്ടും റേഷൻ വിതരണം സ്തംഭിച്ചു. മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ 6 വരെ നീട്ടി. മച്ചാട് മേലില്ലത്ത് കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. വനത്തിൽ തീറ്റയും വെള്ളവും ലഭിക്കാത്തതിനെ തുടർന്നാണ് ആനകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നതെന്ന് നാട്ടുകാർ. അവണിശ്ശേരിയിൽ ഭാര്യയെ മക്കളുടെ മുന്നിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. അവണിശ്ശേരി സ്വദേശി ജിതീഷിനെയാണ് തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ ജഡ്ജി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റെയിൽവേ മേൽപ്പാലം പുനർനിർമ്മിക്കുന്നു. പുഴയിലൂടെ താൽക്കാലിക റൂട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഷൊർണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന പാലമാണ് പുനർനിർമ്മിക്കുന്നത്. ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. ദേവാലയങ്ങളിൽ ഇന്ന് രാത്രി പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കും. സംസ്ഥാനത്ത് ഇന്ന് ചൂട് ഉയരാൻ സാധ്യത. തൃശൂർ അടക്കം 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വരൾച്ച രൂക്ഷമായതോടെ പീച്ചി അണക്കെട്ടിൽ ജലനിരപ്പ് താഴുന്നത് ആശങ്കയാകുന്നു. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ കാർഷിക മേഖലയിലേക്കുള്ള ജലസേചനം പ്രതിസന്ധിയാകും. ആലത്തൂർ പിടിക്കാൻ കളം നിറഞ്ഞ സ്ഥാനാർത്ഥികൾ. വികസന നേട്ടങ്ങൾ നിരത്തി UDF-ഉം LDF-ഉം. മാറ്റം അനിവാര്യമാണെന്ന് NDA. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് നൈറ്റ് മാർച്ച് നടത്തി. LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. പുന്നയൂർക്കുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം KR മീരയ്ക്ക് സമ്മാനിക്കും. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സമിതിയുടെ വാർഷിക ആഘോഷവേളയിൽ സമ്മാനിക്കും. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിക്കാവ് ലേലം നടന്നു. 3ാം ലേലത്തിൽ കൊടുങ്ങല്ലൂർ ശൃംഗപുരം സ്വദേശി പതിയാശ്ശേരി മോഹനൻ 13,01,000 രൂപയ്ക്കാണ് ലേലം ഉറപ്പിച്ചത്. ഐക്യജനാധിപത്യ മുന്നണി ചേലക്കര നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് TK സെയ്ദ് അലവി അധ്യക്ഷത വഹിച്ചു. മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ ക്യാപ്റ്റൻ പദവി ലഭിച്ച ക്യാപ്റ്റൻ ഗീന ജോർജിനെ ആദരണീയം സാംസ്കാരിക പൗരാവലിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ബ്ലോക്ക് കൺവെൻഷൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ P. മേനോൻ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സജേഷ് അധ്യക്ഷനായിരുന്നു. വേലൂർ പഞ്ചായത്തിലെ 14ാം വാർഡിൽ 2 മാസമായി തെരുവ് വിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധിച്ച് മെമ്പർ സ്വപ്ന രാമചന്ദ്രൻ പഞ്ചായത്ത് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഏപ്രിൽ 4-നകം തെരുവ് വിളക്കുകൾ കത്തിക്കാനുള്ള നടപടി സ്വീകരിക്കാമെന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉറപ്പിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. കയ്പമംഗലം കാളമുറി ബീച്ച് റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയത ആക്ഷേപിച്ച് വ്യാപാരികളും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്ത്. റോഡിൽ നിന്ന് താഴെയിറങ്ങാനും വെള്ളം ഒഴുകിപ്പോകാനും കഴിയാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ED മരവിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പിച്ചച്ചട്ടിയുമായി സമരം നടത്തി. മുളങ്കുന്നത്തുകാവിൽ നടന്ന പ്രതിഷേധ സമരത്തിന് രാജേന്ദ്രൻ അരങ്ങത്ത് നേതൃത്വം നൽകി. തമിഴ്നാടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. തമിഴിന് പുറമെ മലയാളം, കന്നഡ, തെലുങ്ക് ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. തന്റെ ഫ്ലക്സും പ്ലക്കാർഡുകളും ബൈക്കിലും കാറിലും പതിപ്പിച്ച് സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ പ്രചാരണം. പാലക്കാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനാണ് വേറിട്ട പ്രചരണവുമായി രംഗത്തിറങ്ങിയത്. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ക്ലബിലെ അംഗങ്ങളായ 400 വീടുകളിൽ പറവകൾക്ക് കുടിവെള്ളം നൽകുന്നതിന് മൺചട്ടികൾ സ്ഥാപിച്ചു. ക്ലബ് അംഗം ഗിരിജ വല്ലഭന്റെ വീട്ടുമുറ്റത്ത് നടന്ന ചടങ്ങ് വാർഡ് കൗൺസിലർ ബിബിത മോഹൻ ഉദ്ഘാടനം ചെയ്തു. ചുറ്റമ്പല നിർമ്മാണം പൂർത്തിയാക്കിയ പന്തല്ലൂർ കരോട്ടെ ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച ലക്ഷദീപം തെളിയിക്കും. തട്ടകത്തെ 100 കണക്കിന് വരുന്ന കുടുംബങ്ങൾ ചേർന്ന് 1,10,000-ഓളം ദീപങ്ങൾ തെളിയിക്കും. അക്കിക്കാവ് ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റ് കത്താത്തതിൽ ഓട്ടോ തൊഴിലാളികളുടെ വേറിട്ട പ്രതിഷേധം. അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടികളും എടുക്കാത്തതിനെ തുടർന്നാണ് നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും റാന്തൽ വിളക്കുകൾ കത്തിച്ച് പ്രതിഷേധിച്ചത്. തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടി. 2 ദിവസത്തിനകം NDA സ്ഥാനാർത്ഥി വിശദീകരണം നൽകണം. വോട്ട് അഭ്യർത്ഥനാ കുറിപ്പിൽ പ്രിന്റിംഗ് വിവരങ്ങൾ ഇല്ലെന്ന LDF-ന്റെ പരാതിയിലാണ് കളക്ടർ വിശദീകരണം തേടിയത്.
ആട്ടൂർ ബ്രദേഴ്സ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 1 മുതൽ സൗജന്യ ഫുട്ബോൾ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കും. കോലഴി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടക്കുന്ന ക്യാമ്പിൽ 7 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഴവൂരിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ ഇന്നസെന്റ് സ്മൃതി സംഗമം ചൊവ്വാഴ്ച ഇരിങ്ങാലക്കുടയിൽ സംഘടിപ്പിക്കും. മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്ത തുറവൻകുന്ന് സ്വദേശി ഡോൺ ഗ്രേഷ്യസിന്റെ കുടുംബത്തെ ചടങ്ങിൽ ആദരിക്കും. തൃശൂർ സ്വരാജ് റൗണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. സമീപത്തെ പെട്രോൾ പമ്പ് ജീവനക്കാരന്റെ സംയോജിതമായ ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായി. പറപ്പൂർ സ്വദേശി അഭിലാഷും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറിനാണ് നാക്കിനാൽ സിഗ്നലിന് സമീപം തീപിടിച്ചത്. എരുമപ്പെട്ടി മങ്ങാട് ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ഏപ്രിൽ 1, 2, 3 തീയതികളിൽ ആഘോഷിക്കും. തിരുനാളിനോടനുബന്ധിച്ച് നിർധന കുടുംബത്തിന് വീട് പുനർനിർമ്മിച്ചു നൽകും. മൂർക്കനാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാളിന് ഞായറാഴ്ച കൊടിയേറും. ഏപ്രിൽ 7-നാണ് തിരുനാൾ. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.